ഹലോ 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 ഹലോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മണ്ണാർക്കാട് പാസ്റ്റേഴ്സ് പ്രയർ ഫെലോഷിപ്പും ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയും ചേർന്ന് ക്രമീകരിച്ചിരിക്കുന്ന ഈ മുറ്റത്ത് കൺവെൻഷനിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാം ഇവിടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളോടുകൂടെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മീറ്റിങ്ങിനായി കടന്നു വന്നിട്ടുള്ള ദൈവദാസന്മാരും ദൈവമക്കളും നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടത്തിലേക്ക് കടന്നു വന്ന് വളരെ പ്രാർത്ഥനാപൂർവം തുടർന്നുള്ള ശുശ്രൂഷയിൽ സംബന്ധിക്കാവുന്നതാണ്. ആകയാൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദേശത്തോട് ഇടപെടുവാൻ, ഇവിടെയുള്ള ദൈവസഭയ്ക്ക് ഈ ദേശത്തിന് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിനായി നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ IPC ഇടക്കുറിശി സഭയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ജിബു മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കും. നമ്മുടെ കണ്ണുകളെ ദൈവത്തിനിടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങൾ ദിവത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, അപ്പാകടത്തിന് മുഖം നോക്കുവാൻ, അപ്പാപിതാവേ ദൈവമെന്ന് വിളിക്കുവാൻ തൊക്കെ വേണം അകടെയാക്കി തീർത്തുകൾക്കായി സ്തോത്രം കർത്താവേ. മണ്ണാർക്കാട് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെയും അതുപോലെ ഇവിടുത്തെ സഭയിൽ ചേർന്നുകൊണ്ട് കർത്താവേ പ്രകാരം ഒരു മുറ്റത്ത് കൺവെൻഷൻ ക്രമീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചതിനായ സ്തോത്രം. കടന്നു വന്ന ജനത്തെ സ്വർഗം അനുഗ്രഹിക്കുമാറാകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സംഘടനയെ ബലപ്പെടുത്തണം, ശുദ്ധീകരിക്കുമാറാകണം. അങ്ങയുടെ കൃപയും സാന്നിധ്യവും അവരുടെ മേലുണ്ടായിരിക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്തോത്രം കാര്യങ്ങൾ ആലപിക്കുന്ന അങ്ങയുടെ കർത്താവ് ശുശ്രൂഷകർക്കായി സ്തോത്രം ബലപ്പെടുത്തണം, ശുദ്ധീകരിക്കുമാറാകണമേ. ശുദ്ധമായ കർത്താവേ സന്ധ്യാനേരത്ത് കർത്താവ് ഉപയോഗിക്കുമാറാകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്തങ്ങളുടെ വചനവുമായി എഴുന്നേൽക്കുന്ന അങ്ങയുടെ ദാസനായ സ്തോത്രം കർത്താവേ, ശുദ്ധമായ വ്യക്തമായ കർത്താവ് ഈ ദേശത്തോട് ഞങ്ങളോട് കർത്താവ് അങ്ങയുടെ ദൂത് അറിയിപ്പാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കി തീർക്കണമേ എന്നങ്ങോട് അപേക്ഷിക്കുന്ന കർത്തങ്ങളുടെ കൃപയാൽ അങ്ങയുടെ ദാസനെ നിറച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സദനം സദൃശനായും ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്ന ഈ ദേശത്തെ വിടുവിക്കുമാറാകണം. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണമേ എന്നങ്ങോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരമരണമേ. യേശുക്രിസ്തുവിൻ നാമത്തിന്റെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ശ്രുതി മധുരമാകുന്ന ഗാനങ്ങൾ നമുക്ക് ശ്രവിക്കാം. കർത്താവിന്റെ ദാസന്മാർ മുൻപോട്ട് വന്ന് ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം. തുടർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഗാനങ്ങളോടുകൂടെ നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിൽ 2-3 പേർ കൂടി വന്നാൽ ഞാൻ അവരുടെ മധ്യമുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞത് സ്തുതികളിൽ മേൽ വസിക്കുന്നവനായ ദൈവം, നമ്മുടെ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. സ്തുതികളിൽ മേൽ വസിക്കുന്നവനായ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വാക്കുകൾക്ക് അതീതമായ നിലയിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ മതിയായ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഉള്ളവരാണ് ദൈവമക്കൾ. ഈ മുറ്റത്ത് കൺവെൻഷന്റെ പ്രാരംഭമായ ഈ ആ സമയത്ത് സ്തുതിഗീതങ്ങളോടുകൂടി നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയോടുകൂടെ ദൈവമക്കളായിരിക്കുമ്പോൾ ഗാനങ്ങൾ ആരംഭിക്കുവാൻ
പ്രിയ ദേവദാസന്മാരെ ക്ഷണിക്കും. പ്രിയ സന്തോഷ് പാസ് മുമ്പോട്ട് വന്ന് ഗാനങ്ങൾ ആലപിക്കും. ഒന്നിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തുതിച്ചിടും ഞാൻ നിന്നെ എന്നും എന്നും, സ്തുതിച്ചിടും നിന്നെ കണ്ടിടുവാൻ. സ്തുതിച്ചിടും ഞാൻ നിന്നെ എന്നും എന്നും, സ്തുതിച്ചിടും നിന്നെ കണ്ടിടുവാൻ. പതിച്ചിടണേ നിൻ കൺകളെന്നിൽ മതിമതിയായി ലോകവാസം. പതിച്ചിടണേ നിൻ കൺകളെന്നിൽ മതിമതിയായി ലോകവാസം. മതിമതിയായി ലോകവാസം. സ്തുതിച്ചിടും ഞാൻ നിന്നെ എന്നും എന്നും, കൊതിച്ചിടും നിന്നെ കണ്ടിടുവാൻ. നിൻ പാദത്തിൽ ഞാൻ മുത്തിടുവാൻ, നിന്നിമ്പ ശബ്ദം കേട്ടിടുവാൻ. നിൻ പാദത്തിൽ ഞാൻ മുത്തിടുവാൻ, നിന്നിമ്പ ശബ്ദം കേട്ടിടുവാൻ. പ്രാണപ്രിയ എന്നു വരും നീ എന്നെ ചേർത്തിടുവാൻ, എന്നെ ചേർത്തിടുവാൻ. പ്രാണപ്രിയ എന്നു വരും നീ എന്നെ ചേർത്തിടുവാൻ, എന്നെ ചേർത്തിടുവാൻ. സ്തുതിച്ചിടും ഞാൻ നിന്നെ എന്നും എന്നും, കൊതിച്ചിടും നിന്നെ കണ്ടിടുവാൻ. ക്രൂശിൻ മറവിൽ മറച്ചു നീ, രക്തക്കോട്ടയിൽ വഹിച്ചു എന്നെ. ക്രൂശിൻ മറവിൽ മറച്ചു നീ, രക്തക്കോട്ടയിൽ വഹിച്ചു എന്നെ. ശത്രു കാണാതെ ദുഷ്ടൻ തൊടാതെ കാത്തു കൺമണി പോ, കാത്തു കൺമണി പോ. ശത്രു കാണാതെ ദുഷ്ടൻ തൊടാതെ കാത്തു കൺമണി പോ, കാത്തു കൺമണി പോ. സ്തുതിച്ചിടും ഞാൻ നിന്നെ എന്നും എന്നും, കൊതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ.
സ്തുതിച്ചിടും ഞാൻ നിന്നെ എന്നുമെന്നും. കൊതിച്ചിടുന്നേ നിന്നെ കണ്ടിടുവാൻ. പതിച്ചിടണേ നിൻ കൺകളെന്നിൽ. മതിമതിയായി ലോകവാസം. മതിമതിയായി ലോകവാസം. പതിച്ചിടണേ നിൻ കൺകളെന്നിൽ. മതിമതിയായി ലോകവാസം. മതിമതിയായി ലോകവാസം. സ്തുതിച്ചിടും ഞാൻ നിന്നെ എന്നുമെന്നും. കൊതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത നോക്കിയിരിക്കുന്നവരാണ് ദൈവമക്കൾ. കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ദൈവമക്കളുടെ പ്രത്യാശയാണ്, അഥവാ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവെന്നുള്ളതാണ്. കാലഘട്ടമെല്ലാം അതിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഏറ്റവും അടുത്തിരിക്കുന്നു, അവന്റെ വരവിന്റെ സമയങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ പുതുക്കുന്ന ഒരു ഗാനം കേൾക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ നമ്മളെ ആയിരിക്കുമ്പോൾ ഈ അർത്ഥം വരുന്ന ഒരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളുടെ ആകാംക്ഷയാകുന്ന ഒരു കാത്തിരിപ്പിനെ ഓർപ്പിക്കുന്ന ഈ ഗാനം പ്രിയ സഹോദരന്മാർ.
പ്രൈസലോ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ ഇപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഇതുപോലെ കൂടി വരുവാനും ഇതുപോലെ കൺവെൻഷൻ നടത്താനും ആമേൻ ദൈവത്തെ പാടി സ്തുതിക്കുവാനും എല്ലാം മുഖാന്തരമായി തീർന്നത് നമ്മുടെ കർത്താവ് 2025 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഗാഗുൽഥാ മലയിൽ നമുക്ക് വേണ്ടി മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ്. ആ ക്രിസ്തുവിന്റെ രക്ഷ ഭൂമിയിലുള്ള സകല ജാതി മനുഷ്യന് വേണ്ടിയുള്ളതാണെങ്കിലും അത് കണ്ടെത്തുന്നതായ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ കാലം ഏറ്റവും ആസന്നമായിരിക്കുന്ന നാളിൽ ദൈവമക്കളായി നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് വിശുദ്ധിയെ തികച്ച് നിങ്ങൾ ഒരുങ്ങി നിൽക്കുക എന്നുള്ളതാണ്. കാലം നമ്മുടെ മുമ്പിൽ അധികമില്ല. നമുക്ക് ലഭിക്കുന്ന സമയം നമ്മുടെ വിശുദ്ധീകരണത്തിനും ഗുണീകരണത്തിനും ദൈവത്തോടടുക്കുന്നതിനുമുള്ള സമയങ്ങളാണ്. അത് നമ്മുടെ കേൾക്കുന്ന ഗാനങ്ങൾ ഉപകാരമായി തീരട്ടെ. പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമ്പോൾ വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാം എന്ന ഗാനം പ്രിയ രാജു പാസ്റ്റർ നമുക്ക് വേണ്ടി പാടുന്നതാണ്. വിശുദ്ധരെ നമുക്ക് വിശുദ്ധിയെ തികച്ച് ദിനം ദിനം ഒരുങ്ങിടാമേ. ദുർഘട നാളുകളെ നേരിടുവാൻ വിശുദ്ധരെ നമുക്ക് വിശുദ്ധിയെ തികച്ച് ദിനം ദിനം ഒരുങ്ങിടാമേ. ദുർഘട നാളുകളെ നേരിടുവാൻ അന്ത്യകാല സംഭവങ്ങൾ കേൾക്കുന്നല്ലോ, അവസാന ലക്ഷണങ്ങൾ കാണുന്നല്ലോ. അന്ത്യകാല സംഭവങ്ങൾ കേൾക്കുന്നല്ലോ, അവസാന ലക്ഷണങ്ങൾ കാണുന്നല്ലോ. ആകാശത്തിൽ ശക്തി ഇളകുന്നത് ലോകം ഭീതിയോടെ നോക്കി നിൽക്കുന്നല്ലോ. ആകാശത്തിൽ ശക്തി ഇളകുന്നത് ലോകം ഭീതിയോടെ നോക്കി നിൽക്കുന്നല്ലോ. വിശുദ്ധരെ നമുക്ക് വിശുദ്ധിയെ തികച്ച് ദിനം ദിനം ഒരുങ്ങിടാമേ. ദുർഘട നാളുകളെ നേരിടുവാൻ
ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ ഒരു ഗാനം. ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ ഓർപ്പിക്കേണ്ടതായ വിഷയങ്ങളെല്ലാം അടുക്കി വെച്ചുകൊണ്ട് നല്ലൊരു ഗാനം പ്രിയ ദേവദാസൻ നമുക്ക് വേണ്ടി പാടുവാനിടയായി തീർന്നല്ലോ. തുടർന്ന് നമുക്ക് ഗാനങ്ങൾ ശ്രദ്ധിക്കാം, കർത്താവിനെ ശ്രദ്ധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവന്റെ ചങ്ക് പിളർന്ന്, ആമേൻ, അവന്റെ രക്തം, അവൻ വെള്ളവും ഒന്നിച്ച് ഒഴുകി അവന്റെ മരണത്തെ സ്ഥിരീകരിച്ചുള്ള സംഭവം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു? പാപ ലോകത്തിൽ കിടന്ന, ശാപത്തിൽ കിടന്ന് നമ്മെ രക്ഷിക്കുവാൻ. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളിൽ നമ്മുടെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ, ആമേൻ, മാനവരാശിയുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു. ആമേൻ. അവന്റെ ശംഖ് നമുക്ക് വേണ്ടി കുത്തിത്തുളയ്ക്കപ്പെട്ടു. ഈ അർത്ഥം വരുന്ന അവൻ നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ എല്ലാം വർണ്ണിച്ചുകൊണ്ട് അടുത്ത ഗാനം നമുക്ക് കേൾക്കാം. ശംഖ് പിളർന്നതാണ് എന്റെ ഗാനം. പാസ്റ്റർ സിജോ പി നമുക്ക് വേണ്ടി ആലപിക്കും. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സയന വേളയിൽ നാം ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ, 2-3 പേരുടെ നാമത്തിൽ കൂടി വരുമ്പോൾ നമ്മുടെ നടുവിൽ കടന്നു വരാമെന്ന് പറഞ്ഞിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിൽ തുടർന്നും ചില ഗാനങ്ങൾ നമുക്ക് കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ചങ്കുപിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ, ഓ തന്നുയിർ തന്നതാണേ. ചങ്കുപിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ, ഓ തന്നുയിർ തന്നതാണേ. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണേ, നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണേ, നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. ചങ്കുപിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ, ഓ തന്നുയിർ തന്നതാണേ. എന്തൊരു നിർണയം, എന്തു മഹാത്ഭുതം, സ്വർഗപിതാവിൻ ഗീതം. എന്തൊരു നിർണയം, എന്തു മഹാത്ഭുതം, സ്വർഗപിതാവിൻ ഗീതം. ഏകതനയനെ ആദരിയാതന്മേൽ പെയ്ത കൃപാസാഗരം.
ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. ഓ തന്നുയിർ തന്നതാണേ. എന്തൊരു നിക്ഷേപം, എന്തൊരു ത്യാഗം ക്രൂശതിൻ കാൽവരിയിൽ. ഓ, എന്തൊരു സ്നേഹം, എന്തൊരു ത്യാഗം ക്രൂശതിൻ കാൽവരിയിൽ. നൊന്തു പിടഞ്ഞതാ പ്രാണൻ വെടിഞ്ഞേശു നിത്യമോക്ഷത്തിനായി. നൊന്തു പിടഞ്ഞതാ പ്രാണൻ വെടിഞ്ഞേശു നിത്യമോക്ഷത്തിനായി. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. ഓ തന്നുയിർ തന്നതാണേ. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണേ. നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണേ. നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. ഓ തന്നുയിർ തന്നതാണേ. ഓ തന്നുയിർ തന്നതാണേ. Praise the Lord. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Praise the Lord. Hallelujah. അടുത്തത് ആമേ കർത്താവിനെ സ്തുതിക്കുന്ന ഒരു തമിഴ് ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയ സന്തോഷ് പാസ്റ്റർ നമുക്ക് വേണ്ടിയ ഗാനങ്ങൾ ആലപിക്കുന്നതായിരിക്കും. Praise the Lord. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുന്നതിൽ, പാടുന്നതിൽ, സ്തുതിക്കുന്നതിൽ ആരും നാണക്കേട് വിചാരിക്കരുത്. പരസ്യമായും നാൽക്കവലകളിലും ഒക്കെ നമ്മൾ കർത്താവിനെ സ്തുതിച്ച് ഉയർത്തുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ തന്നെ കർത്താവിന്റെ നാമത്തെ ദേശത്ത് ഒരു പ്രാവശ്യം ഉയർത്തുവാൻ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് അടുത്ത ഗാനം പാടുവാൻ പ്രിയ സന്തോഷ് ഭാഷ.
நினைவென்று மகிழ்மேது தேவா உலகத்தில் 100 ஆண்டு நான் வாழ்ந்த போதும் உலகத்தில் 100 ஆண்டு நான் வாழ்ந்த போதும் உம்மில்லத்தில் வாழும் ஒரு நாளை போதும் நீரின்றி வாழ்வேது இறைவா உன் நினைவென்று மகிழ்மேது தேவா. பல கோடி வார்த்தைகள் நான் கேட்ட போதும் இயேசுவே நீர் பேசும் ஒரு வார்த்தை போதும். பல கோடி வார்த்தைகள் நான் கேட்ட போதும் இயேசுவே நீர் பேசும் ஒரு வார்த்தை போதும். 1000 ஜீவன் உயிர் வாழ்வுமே 1000 ஜீவன் உயிர் வாழுமே வார்த்தையிலுண்டு அற்புதமே நீரின்றி வாழ்வேது இறைவா நினைவென்று மகிழ்மேது தேவா. கல்லுக்குள் பேரையை வைத்தவர் நீ அதுக்குள்ள ஜீவனை தந்தவர் நீ. கல்லுக்குள் பேரையை வைத்தவர் நீ அதுக்குள்ள ஜீவனை தந்தவர் நீ. உமையன்றி அனுவேலம் அசையாதையா உமையன்றி அனுவேலம் அசையாதையா துணையன்றி உயிர் வாழ முடியாதையா நீரின்றி வாழ்வேது இறைவா நினைவென்று மகிழ்மேது தேவா நீரின்றி வாழ்வேது இறைவா நினைவென்று மகிழ்மேது தேவா. Praise the Lord. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനെ സ്തുതിച്ചും ആരാധിച്ചും കൊണ്ടിരിക്കുകയാണ്. ഈ കൺവെൻഷന്റെ പ്രാർത്ഥന സമയം ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവവചന കേൾവിക്ക് വേണ്ടി ദേശത്തെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചന കേൾവിക്ക് മുമ്പായി ഗാനങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് നല്ല ഒരു ഗാനം ശ്രദ്ധിക്കാം. അതിനുവേണ്ടി കർത്താവിന്റെ ദാസനെ ഒലിവിയ ബിലിവിയ ജീവൻ തന്നോനെ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ ആ മാർവിൽ ഞാൻ ചാരിടും
പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒന്നിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പുറകിലിരിക്കുന്ന എല്ലാവരും മുമ്പോട്ട് കടന്നു വന്നിരിക്കണം. ദൈവദാസന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവദാസന്മാർ കടന്നു വന്നിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പുറത്തു നിൽക്കുന്നവരെല്ലാവരും അടുത്തേക്ക് വന്നാൽ നമുക്കൊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം, പാടി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൽസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നാം ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കുക. ഇത്രയും സമയം നാം ഒരുമിച്ച് ഗാനങ്ങൾ കേട്ട് സന്തോഷത്തോടെ ആയിരിക്കുകയായിരുന്നു. ആമേൻ. നമ്മുടെ മധ്യത്തിലുള്ള സർവശക്തനായിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നാം ഒരുമിച്ച് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തെയും സന്തോഷത്തെയും പകരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ വലിയ സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആമേൻ. ഈ സായന്ന വേളയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ഈ സന്ധ്യാസമയത്ത്, ഈ സയന സമയത്ത് നാം കടന്നു വന്നിരിക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു നല്ല കർത്താവിന്റെ സന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ട് എന്നരുളി ചെയ്ത കർത്താവിന്റെ സാന്നിധ്യത്താൽ ഈ സയനവേളയിൽ നാം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ആരാധന യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ, സ്തോത്രത്തിന് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രം. എല്ലാ മുഴങ്ങാലും അടങ്ങുന്ന, എല്ലാ മുട്ടും അടങ്ങുന്ന, അത് എല്ലാവരും യേശു കർത്താവ് എന്ന് ഏറ്റുപറയുന്ന ഒരേ ഒരു കർത്താവ് നമ്മുടെ യേശു കർത്താവ് മാത്രമാണ്. ലേലിയ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങലൊക്കെ മടങ്ങുന്ന യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തെ, ഉന്നതമായ നാമത്തെ, ശ്രേഷ്ഠമായ നാമത്തെ, ആമേൻ, ഈ ഭൂമിയിൽ രക്ഷയ്ക്ക് അത് ഏകനാമമായിരിക്കുന്ന യേശു കർത്താവിന്റെ നാമത്തെ ഒരുമിച്ച് പാടി പകരം. ശ്രീ യേശു നാമം, അതിശയ നാമം, ഏഴയനിക്കുമ്പ നാമം. ഹല്ലേലൂയ. ശ്രീയേശുനാമം, അതിശയനാമം, ഏഴയനിക്കുംബനാമം. ശ്രീയേശുനാമം, അതിശയനാമം, ഏഴയനിക്കുംബനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമ പുണ്യനാമം. ഓ, പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമ പുണ്യനാമം. ഓ, ശ്രീയേശുനാമം, അതിശയനാമം, ഏഴയനിക്കുംബനാമം. ശ്രീയേശുനാമം, അതിശയനാമം, ഏഴയനിക്കുംബനാമം. എല്ലാ നാമത്തിലും, ഓ, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴം കാലും അടങ്ങിടും തീരും നല്ല ഭക്തമുള്ള നാമം. എല്ലാ മുഴം കാലും അടങ്ങിടും തീരും നല്ല ഭക്തമുള്ള നാമം. ശ്രീയേശുനാമം, അതിശയനാമം, ഏഴയനിക്കുംബനാമം. ഓ, ശ്രീയേശുനാമം, അതിശയനാമം, ഏഴയനിക്കുംബനാമം. ഓ, എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യരെന്ന മേലെടുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ഓ, അന്യരെന്ന മേലെടുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം, അതിശയനാമം, ഏഴയനിക്കുംബനാമം. ഓ, ശ്രീയേശുനാമം, അതിശയ
കൂടെ കർത്താവിന്റെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, നമ്മുടെ ആത്മീയ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, ആദ്യനും അന്ത്യനുമായിരിക്കുന്ന കർത്താവിനെ, മഹത്വത്തിൽ വസിക്കുന്നവനായിരിക്കുന്ന കർത്താവിനെ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നിത്യം ജീവിക്കുന്നവനായിരിക്കുന്ന കർത്താവിന്, ഉലക മഹാന്മാരെല്ലാം കല്ലറയിൽ അടയപ്പെട്ടപ്പോൾ കല്ലറകളെ ഭേദിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അതേ സ്വർഗത്തിൽ വസിക്കുന്ന സർവശക്തനായിരിക്കുന്ന കർത്താവിന്റെ സന്നദ്ധിയിൽ ഹല്ലേലൂയ അവയെ നമുക്ക് ഒരുമിച്ച് ആമേൻ പാടാം. ഹല്ലേലൂയ. ഏഴു വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്ത് പങ്കജ കെട്ടിയവനായിരിക്കുന്ന കർത്താവ്, ആദ്യനും അന്ത്യനും അതേ ആരാധനമായിരിക്കുന്ന കർത്താവ്, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവിനെ ആമേൻ നമുക്ക് ഒരു നിമിഷം കൂടെ പാടി മകത്തപ്പെടുത്താം. ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ചേർന്ന് പാടാം. ഹല്ലേലൂയ. ഏഴു വിളക്കിൻ നടുവിൽ ശോഭപൂർണനായ, നമ്മുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. അതിനും ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ. പരിശുദ്ധനായിരിക്കുന്ന കർത്താവേ, അനുഗ്രഹമേറിയ നല്ല ഈ സായനവേളയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ സന്നദ്ധി ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ചർച്ചിന് ഗ്രൗണ്ടിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവിന് വലിയ സ്ഥാനം ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം. രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ശുശ്രൂഷ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാ ശുശ്രൂഷ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടു പിതാവേ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകാൽ സഹോദരന്മാരുടെ ഭാഗത്ത് ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടത്തിൽ വന്ന് ഇരുന്ന് ഈ മീറ്റിംഗിൽ തുടർന്ന് സംബന്ധിക്കണമെന്ന് ദയവായി ഓർപ്പിക്കുകയാണ്. തുടർന്ന് ഇന്ന് രാത്രികാലം നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ തലകൾ ദൈവസന്നദ്ധിയിൽ വണക്കിക്കൊണ്ട്, കണ്ണുകളെ ദൈവസന്നദ്ധിയിൽ അടച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മണ്ണാർക്കാട് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിലും ഈ ചർച്ച് കോഡ് ഇൻ ഇന്ത്യ കാഞ്ഞിരപ്പുഴ സഭയും ചേർന്നൊരുക്കിയിരിക്കുന്ന ഈ ഫെലോഷിപ്പിന്റെ ഈ മുറ്റത്ത് കൺവെൻഷന്റെ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നദ്ധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രികാലം വലിയവനാകുന്ന ദൈവം വിവിധയിടങ്ങളിൽ നിന്ന് കർത്താവിന്റെ ദാസന്മാരെയും ദൈവമക്കളെയും ഈ ദേശത്ത് ഈ ചർച്ചിന്റെ അങ്കണത്തിൽ നമ്മെ കൂട്ടിവരുത്തുവാൻ ഇടയായി തീർന്നതോർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികാലം നടക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷകൾ ഈ ദേശത്തിനൊരു അനുഗ്രഹമായി തീരട്ടെ.
ഇവിടെയുള്ള ദൈവസഭയ്ക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ഈ മണ്ണാർക്കാട് താലൂക്കിന്റെ വിവിധ പരിസര പ്രദേശങ്ങളിൽ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാരെയും ദൈവസഭകളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായി ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഈ ഫെലോഷിപ്പിന്റെ മുൻനിരകളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ശക്തിയോടെ ദൈവമായ കർത്താവ് വീണ്ടും ഈ പ്രദേശങ്ങളിൽ ഈ ഫെലോഷിപ്പിനോടുള്ള ബന്ധത്തിൽ അനേക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ, അത് അനേക ആത്മാക്കളുടെ വിടുതലിനും രക്ഷയ്ക്കും കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിനായി ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുവാൻ ഇടയായി തീർന്നു. ഈ മീറ്റിംഗ് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിന്റെ ദാസനെ MJ മത്തായി പാസ്റ്ററെ ദൈവം ശക്തീകരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രദേശത്തോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം പ്രഘോഷിക്കുവാൻ വേണ്ടി നമ്മുടെ നടുവിൽ അയച്ചിട്ടുള്ള പാസ്റ്റർ സജോ തോണിക്കുഴി അവരുകളെ ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ നടുവിൽ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ഇവിടെ നടക്കേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാനിടയായി തീരട്ടെ. വിവിധ സെന്ററുകൾക്ക് അനുഗ്രഹിതമാകുന്ന നേതൃത്വം കൊടുക്കുന്ന അഭിഷിക്തരാകുന്ന ദൈവദാസന്മാർ നമ്മുടെ നടുവിലുണ്ട്. ആ കർത്തദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. ആകയാൽ നമ്മുടെ കണ്ണുകളടച്ച് പ്രാർത്ഥനാ നിരതരായി ദൈവസന്നദ്ധിയിൽ ഏകാഗ്രത ഹൃദയത്തോടുകൂടെ നാം ആയിരിക്കുമ്പോൾ രണ്ട് കർത്തദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. പാസ്റ്റർ സജി എബ്രഹാം കരിമ്പ സഭയുടെ ശുശ്രൂഷകൻ, 3 ഏക്കർ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ VP ഷിജു അവരുകൾ, രണ്ട് കർത്തദാസന്മാരും മുൻപോട്ട് കടന്നു വന്ന് തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനു വേണ്ടി ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കൂ. നമുക്ക് ഒരുമിച്ച് സ്തോത്രത്തിൽ ജാഗരിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയോടടുത്തു വരുന്നു. കർത്താവെ, ഞങ്ങൾക്കൊരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി ഒരവസരം ഒരുക്കി തന്നതോർത്ത് സ്തോത്രം. വാത്സല്യ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ അങ്ങ് കൊടുത്ത താല്പര്യപ്രകാരം ഈ പ്രദേശത്ത് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. കടന്നു വന്ന ജനത്തെ ആശീർവദിക്കണമേ. ദൈവന ശുശ്രൂഷയ്ക്കായി അങ്ങ് അയച്ച അങ്ങയുടെ ദാസനിലൂടെ ദേശത്തോടും ദൈവജനത്തോടുമുള്ള ദൂതറിയിപ്പാൻ ഞങ്ങളുടെ ഭക്തനെ അവിടുന്ന് അഭിഷേകത്തോടെ നിലനിർത്തണമേ. കടന്നു വന്ന വിശുദ്ധന്മാരെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. സമാധാനത്തോടെ ഞങ്ങളെ ദൈവവചനം കേൾപ്പിച്ചയക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെന്ന വൈകിയ വേളയിൽ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. മണ്ണാർക്കാട് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിന് നേതൃത്വം കൊടുക്കുന്ന അഭിഷിക്തന്മാരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത വലിയ പ്രേരണയ്ക്കായി നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ഈ ദേശത്തോടുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അറിയിക്കേണ്ടതിന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുമാറാകണമേ. കർത്താവെ, കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പ്രദേശത്തിന്റെ വിവിധയിടങ്ങളിൽ ഈ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിന് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശേഷാൽ ഈ കാഞ്ഞിരപ്പുഴ ഈ ചർച്ചിന്റെ അങ്കണത്തിൽ ഇപ്രകാരം ഒരുക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ ദൈവത്തിന്റെ നാമത്തെ ഞങ്ങൾ ഇവിടെ ഉയർത്തുമ്പോൾ കർത്താവെ, അങ്ങ് ഒരിക്കൽ കൂടെ ഇവിടെ ഉയർത്തപ്പെടുവാനിടയാകണമേ. മറ്റൊന്നുമല്ല കർത്താവെ, അങ്ങയുടെ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ സ്വർഗം ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശബ്ദം ഈ ദേശത്തെ വിടുവിക്കും. അത് ഈ സഭയ്ക്കും ഈ കർത്താവെ ഈ കൂട്ടായ്മയ്ക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ അഭിഷിക്തനെ ഓർക്കുന്നു. കർത്താവ് സഹായിക്കണമേ. അതുപോലെ സെൻട്രൽ പാസ്റ്റേഴ്സായി മറ്റ് വിവിധയിടങ്ങളിലായി കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുന്ന അഭിഷിക്തന്മാർക്കായി ദൈവജനത്തിനായി നന്ദിയോടുകൂടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ അങ്ങയുടെ വചനം സംസാരിക്കേണ്ടതിന് പ്രിയ സജോ പാസ്റ്റർ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്നല്ലോ. അങ്ങയുടെ അഭിഷിക്തനിലൂടെ ഈ ദേശത്തിന് എന്താണോ ആവശ്യമായിരിക്കുന്നത് ഇന്ന് രാത്രി അവിടുന്ന് നൽകണമേ. കർത്താവേ, ചില ഹൃദയങ്ങളെ ദൈവം തുറക്കണമെന്ന്, ചില ഹൃദയങ്ങളെ ദൈവസന്നിധിയെ അടുപ്പിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുസ്ഥാനിധ്യം ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. സകലത്തെയും അങ്ങ് നിയന്ത്രിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.
പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ച എല്ലാ കർത്താവിൻ്റെ ദാസന്മാരോടും നന്ദി അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന, ആദരണീയരായിരിക്കുന്ന, ബഹുമാന്യരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, വിവിധ ദൈവസഭകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സെൻട്രൽ പാസ്റ്റേഴ്സ്, അതുപോലെ MBF പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, അതുപോലെ ഈ മണ്ണാർക്കാട് താലൂക്കിന്റെ പരിസര പ്രദേശങ്ങൾ, സഭാ സംഘടന വ്യത്യാസമന്യേ സഭാ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർ, വിവിധയിടങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ, അപ്പോൾ തന്നെ ഇവിടെയുള്ള ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ദൈവസഭ ഇവിടെ ശുശ്രൂഷിക്കുന്ന പ്രിയ ആദരണീയനാകുന്ന റെജിപ്പാസ്, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പേരുകളെടുത്ത് സ്വാഗതം ചെയ്യുന്നത് പുറകാലെ ഫെലോഷിപ്പിന്റെ സെക്രട്ടറി ആ കാര്യങ്ങൾ നിർവഹിക്കുന്നതായിരിക്കും. എന്നാൽ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് ദൈവസന്നിധാനത്തിൽ ഇരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രികാലം ദൈവജന ശുശ്രൂഷയ്ക്കായി നമ്മുടെ നടുവിൽ അയച്ചിട്ടുള്ള കർത്താവിന്റെ ദാസനെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2003 ഈ മണ്ണാർക്കാട് താലൂക്കിൽ ഇങ്ങനെയൊരു മണ്ണാർക്കാട് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന നാമത്തിൽ ഒരു രൂപീകരണം ഉണ്ടാകുകയും അന്ന് മുതൽ കഴിഞ്ഞ 23 വർഷക്കാലം മണ്ണാർക്കാട് താലൂക്കിൽ പ്രവർത്തിക്കുന്ന സഭാ സംഘടന വ്യത്യാസമന്യേ കർത്താവിന്റെ ദാസന്മാർ ഒരുമിച്ച് കൂടി നടത്തുന്ന അനുഗ്രഹീതമാകുന്ന ഒരു ഫെലോഷിപ്പാണ്. ആ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിലാണല്ലോ ഇന്ന് രാത്രിയിൽ ഈ യോഗം ഇവിടെ ക്രമീകരിക്കുവാൻ ഇടയായി തീർന്നത്. കർത്താവിന്റെ ദാസന്മാർ ഒരുമിച്ച് കൂടി വന്ന് ഓരോ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്ന സഭകളിൽ ഓരോ മാസവും പ്രാർത്ഥനയായിട്ടും പരസ്യോഗമായിട്ടും ഇതുപോലുള്ള മുറ്റത്ത് കൺവെൻഷനൊക്കെ ആയിട്ട് കഴിഞ്ഞ 23 വർഷക്കാലമായിട്ട് പ്രവർത്തിപ്പാൻ ഇവിടെ മാറി മാറി വരുന്ന കർത്താവിന്റെ ദാസന്മാർക്ക് ദൈവം അവസരമൊരുക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള മറ്റിതര പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ ഇവിടെയുള്ള ദൈവദാസന്മാർക്ക് ദൈവം ഇടയാക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഈ മുറ്റത്ത് കൺവെൻഷൻ ഇവിടെ വെച്ച് ക്രമീകരിക്കപ്പെടുവാൻ കർത്താവിന്റെ ദാസൻ റെജിപ്പാസ് വളരെ സന്തോഷത്തോടുകൂടെ ഈ ദൈവസഭയും അത് ഏറ്റെടുത്ത് ഫെലോഷിപ്പിന്റെയും ഈ ചർച്ചിന്റെയും ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഈ രാത്രികാലം ഈ മീറ്റിംഗ് ക്രമീകരിക്കുവാൻ ഇടയായി തീർന്നു. ദീർഘദൂര യാത്ര ചെയ്ത് കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്. വരും നാളുകളിൽ നിങ്ങളുടെ നിർലോഭമാകുന്ന സഹായങ്ങളും പ്രാർത്ഥനയും ദൈവനാമത്തിൽ ആവശ്യപ്പെടുകയാണ്. ഓർക്കുമ്പോഴൊക്കെയും മണ്ണാർക്കാട് പാസ്റ്റേഴ്സ് പ്രയർ ഫെലോഷിപ്പിനെ ഓർത്തുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇതിന്റെ ഭരണസമിതിയിലുള്ള അനുഗ്രഹീതരാകുന്ന ദൈവദാസന്മാരുണ്ട്. ഈ മീറ്റിംഗിന്റെ പുറകിൽ അധ്വാനിച്ച കർത്താവിന്റെ ദാസന്മാരുണ്ട്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ദൈവസന്നിധാനത്തിൽ ഇരിക്കുകയാണ്. തുടർന്ന് സ്വാഗതം അരുളുവാൻ വേണ്ടി മണ്ണാർക്കാട് പാസ്റ്റേഴ്സ് പ്രയർ ഫെലോഷിപ്പിന്റെ സെക്രട്ടറി പാസ്റ്റർ ബിബിൻ ജോസഫ് മുൻപോട്ട് വന്ന് ആ കർത്തവ്യം നിർവഹിക്കുന്നതായിരിക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യാവേളയിൽ മഹത്വം എടുക്കുമാറാകട്ടെ. കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ പ്രകാരമായി ഈ 2026 ഏപ്രിൽ മാസം 20-ാം തീയതി ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയതിനെ ഓർത്ത് ദൈവത്തിന് സകല മാനവും മഹത്വവും ഇന്ന് രാത്രിയിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ ക്രമീകരിക്കുവാൻ ഈ സഭയും മണ്ണാർക്കാട് പാസ്റ്റേഴ്സ് പ്രയർ ഫെലോഷിപ്പും ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കുവാനിടയായി തീർന്നു. ദൈവദാസന്മാരെ എല്ലാം നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. എൻ്റെ കർത്തവ്യം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസി ദാസന്മാർക്കും സ്വാഗതം അർപ്പിക്കുക എന്നുള്ള ദൗത്യമാണല്ലോ. സമയത്തിൻ്റെ പരിമിതികൾ നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ കേൾവിക്ക് വേണ്ടി സമയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്
വിദൂരങ്ങളിൽ യാത്ര ചെയ്ത് നമ്മൾ ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ തീർച്ചയായും ശക്തമേറിയ ദൈവിക ആലോചന ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. അതുകൊണ്ട് ചടങ്ങുകളൊക്കെ വേഗത്തിൽ തീർത്തുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ ഇന്നിങ്ങനെ മീറ്റിംഗ് ക്രമീകരിക്കുവാൻ സർവശക്തനായ ദൈവമാണ് ഇതിന് മുഖാന്തരമായത്. പ്രിയ ദൈവത്തെ ആദ്യമായി നമ്മൾ ഒരുമിച്ച് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ ഇവിടെ ഇങ്ങനൊരു സാഹചര്യം ഒരുക്കിയ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കാഞ്ഞിരപ്പുഴ സഭയും പ്രിയ ദൈവദാസൻ എം.ഇ. റെജി പാസ്റ്ററുമാണ്. അതുപോലെ തന്നെ മണ്ണാർക്കാട് താലൂക്കിലുള്ള ദൈവദാസന്മാരുടെയും സഹകരണത്തോടുകൂടെയാണ് ഈ മീറ്റിംഗ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവദാസനെയും ഈ സഭയെയും ഇവിടെയുള്ള സഭാവിശ്വാസികളെയും പ്രത്യേകിച്ച് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മീറ്റിംഗിന് ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഗൈഡൻസും നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് വ്യത്യസ്ത ഡിനോമിനേഷനിലുള്ള ദൈവദാസന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന സെൻട്രൽ പാസ്റ്റർമാരാണ്. പ്രിയ ദൈവദാസൻ പാസ്റ്റർ എം.ജെ. മത്തായി അവറുകൾ അട്ടപ്പാടി സെന്ററിന്റെ ചുമതല വഹിക്കുന്നു. ഈ മണ്ണാർക്കാട് പാസ്റ്റേഴ്സ് പ്രയർ ഫെലോഷിപ്പിന്റെ ചെയർമാനായിട്ടും പ്രിയ ദൈവദാസൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവദാസനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പാസ്റ്റർ കെ.ടി. തോമസ് അവറുകളാണ്. പ്രിയ ദൈവദാസൻ മണ്ണാർക്കാട് IPC ചർച്ചുകളുടെ നേതൃത്വം വഹിക്കുന്ന ദൈവദാസനാണ്. ഈ മീറ്റിംഗിന്റെ ഈ MBPFന്റെ ചെയർമാനായിട്ടും പ്രിയ ദൈവദാസൻ പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഗൈഡൻസുകളും പ്രിയ ദൈവദാസൻ നൽകി തന്നുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവദാസനെ ഹാർദവമായി ഈ കൺവെൻഷനിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഷാരോൺ ഫെലോഷിപ്പുകൾക്ക് പാലക്കാട് നേതൃത്വം കൊടുക്കുന്ന, ഇപ്പോൾ നമ്മുടെ സന്നിധിയിൽ പ്രിയ ദൈവദാസൻ ഇവിടെ ഇല്ല, സാന്നിധ്യം കൊണ്ടില്ലെങ്കിലും എല്ലാ രീതികളിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഈ പ്രവർത്തനത്തിന് പിന്നിൽ നിന്നുമുള്ള എല്ലാ കാര്യങ്ങളിലുമുള്ള സപ്പോർട്ട് ചെയ്യുന്ന ദൈവദാസനാണ് പാസ്റ്റർ ജോർജ് മാത്യു അവറുകൾ. പ്രിയ ദൈവദാസനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നേതൃത്വം വഹിക്കുന്ന, മണ്ണാർക്കാട് നേതൃത്വം വഹിക്കുന്ന ദൈവദാസനാണ് KP ഷിജു പാസ്റ്റർ. പ്രിയ ദൈവദാസനെ ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ചർച്ചിന് പാലക്കാട് ഡിസ്ട്രിക്റ്റിന് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ എം.ഇ. റെജി പാസ്റ്റർ ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകനാണ്. ഈ കൺവെൻഷന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ദൈവദാസനാണ്. പ്രിയ ദൈവദാസനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ കൺവെൻഷൻ അധ്യക്ഷനായി സേവനമനുഷ്ഠിക്കുന്ന മണ്ണാർക്കാട് പാസ്റ്റേഴ്സ് പ്രയർ ഫെലോഷിപ്പിന്റെ പ്രസിഡന്റും IPC വട്ടമ്പലം ചർച്ചിന്റെ ശുശ്രൂഷകനുമായ ഷാജി P. തോമസ് അവറുകളെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കൺവെൻഷനിൽ മുഖ്യ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന പ്രിയ ദൈവദാസൻ സജോ തോണിക്കുഴി അവറുകളാണ്. പെരുമ്പാവൂരിൽ നിന്നും യാത്ര ചെയ്ത് കൃത്യസമയത്ത് നമ്മുടെ നടുവിൽ എത്തിച്ചേരുവാനിടയായല്ലോ. പ്രിയ ദൈവദാസനെ ആത്മാർത്ഥമായി സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ MBPFന്റെ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുണ്ട്. സെക്രട്ടറി, അതുപോലെ തന്നെ ട്രഷറർ, അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങൾ, അവരൊക്കെ ഒത്തിരി സപ്പോർട്ട് ഇതിന്റെ പുറകിലുണ്ട്. അവരെല്ലാം ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വ്യത്യസ്ത സഭകളിൽ നിന്നും വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നും ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന, ഈ കാലാവസ്ഥയുടെ പ്രതികൂലത്തിന്റെ അനുഭവത്തിലും നിങ്ങൾ അതിനെയൊക്കെ തരണം ചെയ്ത് ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് ഈ മീറ്റിംഗിനെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വരുവാനിടയായല്ലോ. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം അവസരം നൽകി തന്ന ദൈവദാസന് ഈ കമ്മിറ്റി അംഗങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. തുടർന്ന് ഈ മീറ്റിംഗ് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ കർത്താവിന്റെ ദാസൻ അട്ടപ്പാടി സെന്ററിന്റെ ശുശ്രൂഷകൻ M.J. മത്തായി പാസ് ബഹുമാനപൂർവ്വം ആദരവോടുകൂടെ ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അനുഗ്രഹീതമേറിയ ഇന്ന് രാത്രി മണ്ണാർക്കാട് പാസ്റ്റേഴ്സ് പ്രയർ ഫെലോഷിപ്പിന്റെ ഈ സ്ഥലസഭയുടെ നേതൃത്വം നടക്കുന്ന മുറ്റത്ത് കൺവെൻഷൻ കൂടി വരുവാനിടയായല്ലോ. സെക്രട്ടറി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞതുകൊണ്ട്
ഞാൻ പേരുകൾ എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകാൽ ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്തദാസനെ ഓർക്കുന്നു. പല പ്രാവശ്യം ഞങ്ങൾക്കൊരുമിച്ച് ഒരേ വേദികളിൽ പങ്കിടുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഈ സന്ധ്യാസമയത്ത് മണ്ണാർക്കാട് പാസ്റ്റേഴ്സ് പ്രയർ ഫെലോഷിപ്പും ഇവിടെയുള്ള ചർച്ച് ഓഫ് ഗോഡ് സഭയും ചേർന്ന് ഒരുക്കുന്ന ഈ കൺവെൻഷൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ പിതാവേ, പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ അടച്ചു വരികയാകുന്നു. അങ്ങയിൽ ആശ്രയിച്ച് തീരുമാനിച്ച ഈ കൺവെൻഷൻ്റെ ഇന്ന് രാത്രി കൊണ്ടുവരുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചല്ലോ. രക്ഷാധികാരികളായി പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാർക്കായി സ്തോത്രം. പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ സ്ഥലം സഭയിലെ ശുശ്രൂഷകനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമേറിയ ഗാനങ്ങൾ അർപ്പിച്ച കർത്തൃദാസന്മാർക്കായി സ്തോത്രം. ഇന്ന് രാത്രി ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട നിങ്ങളുടെ വിലയേറിയ ദാസനെ ഏൽപ്പിക്കുന്നു. അനുഗ്രഹീതമായ ദൈവവചനം ഐശ്വര്യമായി ശുശ്രൂഷിപ്പാൻ, അത് ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് പുതുക്കമുണ്ടാകുവാൻ, സമർപ്പണത്തിലേക്ക് നയിക്കപ്പെടുവാൻ, ആത്മീകമായ ഒരു ഉണർവുണ്ടാകുവാൻ ദൈവം സഹായിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. മാനമുഖത്തം കെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ മത്തായി പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനത്തോടുകൂടെ നമുക്ക് വീണ്ടും ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകാം. കർത്താവിന്റെ ദാസന്മാർ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്നു. അപ്പോൾ തന്നെ കീബോർഡ് കൈകാര്യം ചെയ്യുന്ന പ്രിയ അച്ഛൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ ഫെലോഷിപ്പിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഭൗതികമായിട്ട് കൊടുക്കുവാനുള്ള സമയമാണ്. ആകയാൽ സ്തോത്ര കാഴ്ച എടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആ സമയത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടി കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവേ പ്രാണനാഥ, മേഘത്തിൽ വന്നിടുവാൻ വരവിന് താമസമുണ്ടോ? നിന്റെ വാനദൂതഗണത്തോടെ മധ്യവാനിലെഴുന്നള്ള കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? യേശുവേ പ്രാണനാഥ, മേഘത്തിൽ വന്നിടുവാൻ വരവിന് താമസമുണ്ടോ? നിന്റെ വാനദൂതഗണത്തോടെ മധ്യവാനിൽ എഴുന്നള്ള കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? നിന്റെ വാനദൂതഗണത്തോടെ മധ്യവാനിൽ എഴുന്നള്ള കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ, വസന്തകാലം സുദിനമായി. നിന്റെ കാഹളത്തിൽ ശബ്ദം വാനിൽ മുഴങ്ങിട കാലമായോ? വേഗത്തിൽ വന്നിടണേ നാഥ, വേഗത്തിൽ വന്നിടണേ നാഥ. നിന്റെ കാഹളത്തിൽ ശബ്ദം വാനിൽ മുഴങ്ങിട കാലമായോ?
അനുഗ്രഹിക്കപ്പെട്ട സ്തോത്ര കാഴ്ച വഴിപാടിന് വേണ്ടിയും തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടും നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ IPC മണ്ണാർക്കാട് സെന്ററിന്റെ ശുശ്രൂഷകൻ പാസ്റ്റർ KT തോമസ് അവറുകൾ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ രാത്രി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വളരെ ദിവസങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് രാത്രി ഇവിടെ ആരംഭിച്ചിരിക്കുന്ന മുറ്റത്തെ കൺവെൻഷൻ സർവശക്തനായ ദൈവം അനുഗ്രഹിപ്പാനായി ഞങ്ങളുടെ നടുവിലുള്ളതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് രാത്രി അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി പ്രാർത്ഥിക്കുന്നു. കരം നീട്ടി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ധാരാളം പ്രതിഫലം ദൈവം കൊടുക്കണമേ. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി, കർത്താവിന്റെ വേലയ്ക്കായി, കൺവെൻഷന്റെ ചെലവിനായി അത് ചെലവിടുവാൻ ദൈവം സഹായിക്കണമേ. ഇന്ന് രാത്രി അങ്ങയുടെ വിലയേറിയ വൃത്തിനെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ആവശ്യമായ ദൈവിക ആലോചന സ്വർഗം ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകുന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കടന്നു വന്ന ജനത്തോട്, ഈ ദേശത്തോട് സുവിശേഷത്തിന്റെ മാറ്റൊലി ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുവാൻ അത്യുന്നതനായ ദൈവം ഇവിടുന്ന് കൃപ ചെയ്യണമേ. കർത്താവേ, പരിശുദ്ധാത്മ നിറവോടുകൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസനെ അഭിഷേകം ചെയ്ത് ദൈവം അയച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് തുടർന്ന് സംസാരിപ്പാൻ പോകുന്നതോർത്ത് നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ആദ്യോടന്തം അവിടുത്തെ സാന്നിധ്യം കൂടി ഇരിക്കണമേ. പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഈ യോഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സമയത്ത് നാം കടന്നു വന്നിരിക്കുകയാണ്. ദൈവവചന പ്രഘോഷണത്തിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രികാലം ദൈവവചന പ്രഘോഷണത്തിനായി കടന്നു വന്നിരിക്കുന്നത് കേരളക്കരയിലല്ല, ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ലോകത്ത് ആഗോള വ്യാപകമായി കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ഈ കാലങ്ങളിൽ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ സജിയോ തോണിക്കുഴി അവറുകളാണ്. കർത്താവിന്റെ ദാസനിലൂടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ ദൈവസന്നിധാനത്തിൽ കൂർപ്പിക്കുകയും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഞങ്ങൾ ആരെ ഈ ദൈവജന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കണമെന്ന് ദൈവസന്നിധാനത്തിൽ ആലോചിച്ചപ്പോൾ കർത്താവിന്റെ ദാസനെയാണ് വിളിക്കുവാനുള്ള പ്രേരണ ലഭിച്ചത്. അങ്ങനെ ക്ഷണിക്കുവാനും ആ ക്ഷണം സ്വീകരിച്ച് ഈ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഈ പ്രദേശത്ത് കടന്നു വന്ന കർത്താവിന്റെ ദാസനോട് സ്നേഹമറിയിക്കുകയും തുടർന്ന് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ കർത്താവിന്റെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകും. മണ്ണാർക്കാട് പാസ്റ്റേഴ്സ് പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഏകദിന സുവിശേഷ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ആദരനായ പാസ്റ്റർ ഷാജി പി തോമസ്, ഈ ഫെലോഷിപ്പിന്റെ വളരെ വൃത്തിയുള്ള